എന്താണ് KSEB അക്ഷയ കേന്ദ്രങ്ങൾക്ക് കൊടുത്ത മുട്ടൻ പണി? ക്രോസ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 18-ന് അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ട് 22 വർഷം പൂർത്തിയാവുകയാണ്. 23ാം ജന്മദിനം ആഘോഷിക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾക്ക് എന്താണ് KSEB കൊടുത്ത മുട്ടൻ പണി? ആധാർ സേവനങ്ങൾ മുതൽ എല്ലാ ഓൺലൈൻ സേവനങ്ങളും അക്ഷയ കേന്ദ്രങ്ങളുടെ ലഭ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ഡിജിറ്റൽ മുഖമാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമപ്രദേശങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. പൊതുജനങ്ങൾക്ക് ഏത് ആവശ്യത്തിനും അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാം. ഇ ഗവേണൻസ് രംഗത്തെ സർക്കാരിന്റെ സേവന മുഖമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. KSEB നമുക്കറിയാം, KSEB കേരള സർക്കാരിന്റെ ഏറ്റവും വലിയൊരു വകുപ്പാണ്. 24 മണിക്കൂറും ജനങ്ങൾക്കും ആവശ്യം വരുന്ന ഒരു വകുപ്പാണ് KSEB. വൈദ്യുതിക്ക് വേണ്ടി നമുക്ക് KSEB അല്ലാതെ വേറെ ആശ്രയമില്ല. ഡിസംബർ 1-ാം തീയതി മുതൽ KSEBയുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി മാറുകയാണ്. അപേക്ഷ സമർപ്പിക്കുവാൻ പൊതുജനങ്ങൾ ഇനി KSEBയുടെ ഓഫീസിലേക്ക് പോകേണ്ടതേയില്ല. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. ഇപ്പോൾ നമുക്കറിയാം, KSEBയുടെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് നമ്മൾ ഫോണിൽ കൂടെ കറണ്ട് ബില്ല് അടയ്ക്കും. KSEB ഓഫീസിൽ ബില്ല് അടയ്ക്കുവാൻ ക്യൂ ഇല്ല. ഇനി മുതൽ പബ്ലിക് KSEB ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ ഓൺലൈനായോ അപേക്ഷ സമർപ്പിക്കാം. എവിടെ നിന്നും അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് പ്രശ്നമുള്ള, നിങ്ങൾ കേരളത്തിലോ കേരളത്തിന് പുറത്തോ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. KSEB പൂർണ്ണമായും ഗ്രീൻ ഓഫീസായി മാറുന്നു. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. നിങ്ങൾക്ക് 24 മണിക്കൂറും അപേക്ഷകളുടെ വിവരം അറിയുവാൻ ഒരു 3 കോൾ സെന്ററുകൾ കേരളത്തിൽ KSEB തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ അപേക്ഷ സംബന്ധിച്ച എന്ത് വിവരവും 24 മണിക്കൂറും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് തിരക്കാവുന്നതാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ഓഫീസുകളിലെയും സേവനങ്ങൾ ഇപ്പോൾ ഓൺലൈനാണ്. ഏതാണ്ട് 90% സേവനങ്ങൾ ഓൺലൈനിൽ കൂടെ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 100% ഡിജിറ്റലായി മാറുന്ന മുന്നേറ്റത്തിൽ KSEB ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുകയാണ്. KSEBക്ക് അഭിനന്ദനങ്ങൾ. ഈ പദ്ധതി കൊണ്ട് KSEBക്ക് എന്താണ് നേട്ടം? KSEBയുടെ ഒരു നേട്ടമെന്ന് പറയുന്നത് പബ്ലിക്കിന് ഓഫീസിലേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. KSEBക്ക് ഓൺലൈനിൽ വരുന്ന അപേക്ഷയുടെ ക്രമം അനുസരിച്ച് അതിവേഗത്തിൽ അത് തീരുമാനമെടുക്കുവാൻ സാധിക്കും. സമയബന്ധിതമായി അപേക്ഷകൾ തീർപ്പാക്കുവാൻ സാധിക്കും. പരാതികൾ കുറയുമെന്നതാണ് ഇതിൻ്റെ ഒരു മെച്ചം. പബ്ലിക്കിന് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുജനങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ നിന്നും അപേക്ഷ സമർപ്പിക്കാം. KSEBയുടെ ഈ ഓൺലൈൻ പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 ഭാഷകളിൽ അപേക്ഷ നമുക്ക് സമർപ്പിക്കാം. മലയാളം, തമിഴ്, കന്നഡ. കേരളത്തില് മറ്റൊരു ഡിപ്പാർട്ട്മെന്റുകളിലും ഇങ്ങനെ ഒരു സംവിധാനമില്ല. ഓൺലൈൻ ഇപ്പോൾ ഇംഗ്ലീഷിനെ കൂടാതെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം. ഡിസംബർ മാസം മുതൽ എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കിയിരിക്കുന്ന KSEBക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.